ഡിയർ ഓൾ, ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. എന്നാലും കഴിഞ്ഞ ദിവസം വന്നൊരു കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. തൊടുപുഴ സെഷൻസ് കോർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം 82 ഇയേഴ്സ് ഉള്ള ഒരാൾക്ക് ഡെത്ത് സെൻറ്റൻസ് കൊടുത്തിരുന്നു. അയാൾ എന്താ ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ അയാളുടെ മകനെ, 50 വയസ്സുള്ള ഒരു മകനെ, 40 വയസ്സുള്ള മരുമകളെ, 16 വയസ്സും 13 വയസ്സും മാത്രം പ്രായമുള്ള ഗ്രാൻഡ് ചിൽഡ്രൻ, പെൺകുട്ടികളാണ്, അവരെ വീട്ടിൽ നിന്നും കൊലപ്പെടുത്തിയതാണ് കേസ്. ഇത് തന്നെ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതിൻ്റെ മോട്ടീവ് പറഞ്ഞുതരാം. അതായത് ഇയാളുടെ മകന് ഇയാളുടെ വീടും സ്ഥലമൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ പിന്നീട് അയാൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റിലോ അയാൾക്ക് തൃപ്തിയില്ല. അപ്പോൾ അത് അയാൾക്ക് തിരിച്ചു തരണമെന്ന് പറയുന്നു. പക്ഷേ അയാളുടെ മകൻ അതിന് തയ്യാറാകുന്നില്ല. ഇതിനൊരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഇയാളുടെ മകനും മരുമകളും പേരക്കുട്ടികളും കിടന്നുറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ വെള്ളവും ഓപ്പൺ ചെയ്ത് വിട്ട് അവിടുത്തെ മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ കേടുവരുത്തി ജനാലയിലൂടെ പെട്രോൾ നിറച്ച ബോട്ടിലുകളിൽ തീ കണക്ട് ചെയ്തിട്ട്, അതായത് ഈ തുണി വെച്ച് കണക്ട് ചെയ്തിട്ട്, നമ്മൾ ഈ CIA പടത്തിലൊക്കെ ദുൽഖർ ഒരു ഇൻട്രോയിലൊക്കെ ഇങ്ങനെ എറിയുന്നുണ്ട്. ആ ഒരു പരിപാടി ഇയാൾ റൂമിൻ്റെ ഉള്ളിലേക്ക് എറിയുക ചെയ്തത്. ആക്ച്വലി എന്നിട്ട് ഇവർ 4 പേരും അവിടെ നിന്ന് വെന്ത് മരിച്ചു എന്നുള്ളതാണ്. വളരെ ഡിസ്റ്റർബിങ് ആയ ഒരു സംഭവമായിരുന്നു. 3 വർഷം മുന്നേ ഉണ്ടായതാണ്. അതിൽ കോടതി ഈ ഭാഗങ്ങളൊക്കെ കേട്ടപ്പോൾ ആക്ച്വലി ഇതാണ് ഒരു പ്രശ്നം. നമുക്ക് മെയിൻ്റനൻസ് ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലമോ മറ്റോ നിങ്ങളെ മക്കൾക്ക് പേരിൽ എഴുതി കൊടുത്തിട്ട് അവർ പിന്നീട് നോക്കാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊരു SDM പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അയാൾ അതൊന്നുമല്ല നോക്കിയത്. ആൻഡ് ഇവിടെ വരുന്ന ഒരു ഡൗട്ട്, 82 വയസ്സുള്ള ഒരു മനുഷ്യന് വധശിക്ഷ വിധിക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നടപ്പിലാക്കുമോ എന്നുള്ളതാണ്. അവിടെ എനിക്ക് നെക്സ്റ്റ് പറഞ്ഞു തരാനുള്ളത് ബച്ചൻ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് ലോ ആണ്. 1980s ഉണ്ടായ കേസ് ലോ ആണ്. അതിൽ ആക്ച്വലി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ കൊടുക്കാമെന്നുള്ളതാണ്. എഗെയിൻ ഇവിടെ ഇപ്പം തൊടുപുഴയിലുള്ള ആ ഒരു ജഡ്ജ്, അദ്ദേഹത്തിൻ്റെ പേര് ആഷ്കേബാൽ, അദ്ദേഹം ഈ ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് കൺഫേം ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇത് ഹൈക്കോർട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടണം. അവർ പല കാര്യങ്ങൾ പരിശോധിക്കും. അതിലൊന്ന് ഈ ബച്ചൻ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. അതാണ് നിങ്ങൾ റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസ് അല്ലേ, അങ്ങനെ കേട്ടിട്ടുണ്ടാവാം, സിനിമകളെങ്കിലും കേട്ടിട്ടുണ്ടാവാം. അതിൽ പക്ഷേ പറയുന്ന കുറച്ച് കാര്യം മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു അതായത് കോൺഷ്യൻസിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ടു യങ് ആൻഡ് ടു ഓൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. മിക്കവാറും ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാൻ എന്തായാലും ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ്സ് എല്ലാം ഉണ്ടാവും. അവർ സ്ട്രെസ് ചെയ്യുന്നൊരു പോയിന്റ് ഇത് തന്നെയായിരിക്കും, ടു ഓൾഡ്. പക്ഷേ 79 ഇയേഴ്സ് ആണ് ഇദ്ദേഹം ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഏജ്. അതും ഓൾഡ് തന്നെയായിട്ട് കണക്കാക്കാം. ആൻഡ് ഇപ്പോൾ അയാളുടെ ഏജ് 82 ആണ്. അപ്പോൾ അതിൽ ഹൈക്കോർട്ട് എന്ത് ജഡ്ജ്മെൻറ്റ് എടുക്കും, അത് മേ ബി ഇനി സുപ്രീം കോർട്ടിലെത്തി എന്ത് ജഡ്ജ്മെൻറ്റ് എടുക്കും നമുക്ക് പറയാനൊന്നും നമ്മൾ ആൾക്കാരല്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണം എന്നാണോ, അല്ലെങ്കിൽ 82 ഇയേഴ്സ് ആയില്ലേ അയാളെ ഇത് ചെയ്യേണ്ടെന്നാണോ, അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണോ? എന്താണ് നിങ്ങളുടെ ഒരു തോട്ടെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇവിടെ ഈ ഒരു പോയിന്റ് ആയിരിക്കും മിക്കവാറും അഡ്വക്കേറ്റ്സ് എടുക്കുന്നുണ്ടാവുക. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ക്ഷണിക്കുകയാണ്. ആൻഡ് ഈ അഗെയിൻ ടു ഓൾഡ് ടു യങ് എന്ന് പറയുന്നതിലെ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 40s 30s 50s ഉള്ള ആൾക്കാർ മാത്രമേ വധശിക്ഷ വിധേയമാകൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വിധി വരുന്ന സമയത്ത് ആക്ച്വലി ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇന്ത്യ ഇതിനേക്കാളും കുറവായിരുന്നു. അപ്പോൾ അതും കൂടെ പരിഗണിക്കുമോ എന്നുള്ളത് നമുക്കിതൊരു ഒരു വലിയൊരു കേസ് സ്റ്റഡിയായി മാറാനും ചിലപ്പം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ അതിലുള്ള തോട്ട്? ഈ ടു ഓൾഡ് എന്നുള്ള ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണോ ഒന്ന്? ആൻഡ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ അഡ്വക്കേറ്റ് അല്ല, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫോറൻസിക് ഓഡിറ്റർ. ഇപ്പം ഞാൻ ആർബിട്രേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ലോ. അപ്പോൾ എൻ്റെ ഒരു പോയിന്റിൽ ഈ ടു ഓൾഡ് എന്നുള്ള ബെനിഫിറ്റ് ഇയാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 79 എന്ന് പറയുന്ന ഒരു ഏജിൽ ഇയാളുള്ളൊരു വല്ലാത്തൊരു ക്രിമിനൽ പ്രവൃത്തി ഇയാൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്കത് എലിജിബിൾ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ഒബ്വിയസ്ലി ഹോണറബിൾ കോർട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ അപ്ഡേറ്റ്സ് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. See you.